USA തെക്കുപടിഞ്ഞാറേ മൂലയിലുള്ള പട്ടണമായ സാന്റിയാഗോയിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഇന്നലെ രാത്രിയിൽ ജനം നിറഞ്ഞൊഴുകിയിരുന്ന തെരുവ്. ആ ജനക്കൂട്ടത്തിനിടയിലൂടെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇന്നലെ ഏറെ നേരം നടന്നിരുന്നു. സുഹൃത്ത് സിറിയക് ആലഞ്ചേരി എനിക്ക് ഷൂട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കി വളരെ സാവധാനമാണ് കാർ ഓടിക്കുന്നത്. പിൻസീറ്റിൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് ലാൽ ജോസും ഇരിപ്പുണ്ട്. 1700കളിൽ സ്പെയിൻകാരുടെ വരവോടെയാണ് സാന്റിയാഗോ പ്രദേശത്തിന്റെ വികാസം തുടങ്ങുന്നത്. സ്പാനിഷ് നാവികരും ഫ്രാൻസിസ്കൻ സന്യാസ സഭയും ചേർന്ന് സാന്റിയാഗോയെ ഒരു പട്ടണമായി വികസിപ്പിക്കുകയായിരുന്നു. നാവികരിൽ നിന്നും കേട്ടറിഞ്ഞ ധാരാളം സ്പെയിൻകാർ 18ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ കപ്പലുകളിൽ ഇവിടേക്ക് വന്നണഞ്ഞു. ഇക്കാലത്ത് മെക്സിക്കോ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന സ്പാനിഷ് ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു ഇവിടം. 1821 മെക്സിക്കോ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ അൾട്ട കാലിഫോർണിയ എന്ന സ്റ്റേറ്റിന്റെ ഭാഗമായി സാന്റിയാഗോ. 1846 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോയുമായി യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ അവർ സാന്റിയാഗോ നഗരവും ഇവിടുത്തെ തുറമുഖവും പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് മെക്സിക്കൻ സൈന്യം ശക്തമായൊരു ആക്രമണത്തിലൂടെ അമേരിക്കൻ പടയെ ഇവിടെ നിന്നും തുരത്തി. 3 ആഴ്ചകൾക്ക് ശേഷം കൂടുതൽ US സൈന്യമെത്തി സാന്റിയാഗോ തിരികെ പിടിച്ചു. യുദ്ധവിരാമ കരാർ അനുസരിച്ച് അൾട്ട കാലിഫോർണിയ US-ന്റെ ഭാഗമായപ്പോൾ സാന്റിയാഗോയും അമേരിക്കൻ ഭൂവിഭാഗത്തോട് ചേരുകയായിരുന്നു. സാന്റിയാഗോയുടെ ബ്രോഡ്വേയിലൂടെയാണ് ഇപ്പോൾ കാർ നീങ്ങുന്നത്. ബ്രോഡ്വേ നേരെ ചെന്നെത്തുക ബ്രോഡ്വേ പിയർ എന്ന ഭാഗത്തേക്കാണ്, ഹാർബർ ഏരിയയിലേക്ക്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശമാണ് ഹാർബർ ഏരിയ. വമ്പൻ ക്രൂസ് ഷിപ്പുകൾ അടുക്കുന്ന ഇടം കൂടിയാണത്. നഗരത്തിന്റെ പല ഭാഗത്തുകൂടിയും പഴയ ട്രാമുകൾ കടന്നു പോകുന്നത് കാണാം. രാവിലെ തന്നെ ടൂറിനിറങ്ങിയവർ ട്രാം പാളങ്ങളെയും റെയിൽ പാളങ്ങളെയും ക്രോസ് ചെയ്ത് കടൽ തീരം ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര. ഹാർബർ ഏരിയയോട് അടുത്തിരിക്കുന്നു. ഉൾക്കടലിന്റെ തീരമാണ് 19ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ സജീവമായി നിലകൊള്ളുന്ന സാന്റിയാഗോയുടെ ഹാർബർ ഏരിയ. നഗരത്തിന്റെ ഏറ്റവും വലിയ ഹാപ്പനിംഗ് പ്ലേസ് അതാണെന്ന് പറയാം. ഇവിടെ ഹാർബറിൽ ഒരു കൂറ്റൻ കപ്പൽ കിടക്കുന്നുണ്ട്. ഒരു പഴയ യുദ്ധക്കപ്പൽ. USS മിഡ്വേ എന്നാണ് അതിൻ്റെ പേര്. ഒരു മ്യൂസിയമായി മാറിയിരിക്കുന്ന ആ യുദ്ധക്കപ്പൽ കാണുകയാണ് ഇന്ന് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം. ടൂറിസ്റ്റുകൾക്ക് ദിവസങ്ങളോളം കാണാനുള്ള കാഴ്ചകളുണ്ട് സാന്റിയാഗോയിൽ. സൈക്കിൾ ടൂർ ഉൾപ്പെടെയുള്ള പരിപാടികൾക്കായി ധാരാളം ആളുകൾ ദിവസേന ഈ നഗരത്തിൽ എത്തുന്നുമുണ്ട്. കാർ ബ്രോഡ്വേ പിയറിൽ എത്തിയിരിക്കുന്നു. അവിടെ ഒരിടത്ത് കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി. ബ്രോഡ്വേ വന്നുചേരുന്ന ഭാഗത്തെ പിയറാണ് ഇത്. നാട്ടുകാരും സഞ്ചാരികളുമായ ധാരാളം ആളുകൾ പിയറിൽ നിറഞ്ഞിരിക്കുന്നു. വ്യായാമത്തിനിറങ്ങിയവർ മുതൽ ടൂറുകൾക്കായി എത്തിയവർ വരെ ഇതിലുണ്ട്. സഞ്ചാരികളെ ലക്ഷ്യമിട്ട് സൈക്കിൾ റിക്ഷകളും ഇറങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ധാരാളം ക്രൂസ് ബോട്ടുകൾ കിടക്കുന്നു. ബോട്ടിൽ കയറാൻ കുറേ ആളുകൾ കാത്തിരിപ്പുണ്ട്. പല ബോട്ട് ക്രൂസ് കമ്പനികളുണ്ട്. അതിൽ ഫ്ലാഗ്ഷിപ്പ് എന്ന കമ്പനിയുടെ ഗേറ്റാണ് ഇത്. അതിനപ്പുറം അഡ്മിറൽ ഹോൺ ബ്ലോവർ എന്ന മറ്റൊരു ബോട്ട് കിടക്കുന്നു. അങ്ങനെ പല കമ്പനികളുടെ പല ബോട്ടുകൾ. ഒരു പകൽ മുഴുവൻ കലാപരിപാടികളും ഭക്ഷണവുമെല്ലാമായി കടലിൽ ചിലവഴിക്കാവുന്ന വിധമാണ് ക്രൂസ് ബോട്ടുകൾ യാത്രകൾ ഒരുക്കിയിരിക്കുന്നത്. തിമിംഗില നിരീക്ഷണം ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു പരിപാടിയാണ്. 420 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള കൊച്ചു കപ്പൽ തന്നെയാണ് അഡ്മിറൽ ഹോൺ ബ്ലോവർ. കടൽ ജീവജാലങ്ങളെയും ചെറുദ്വീപുകളുടെ പ്രകൃതിയെയും സ്റ്റാർ ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്മാരകങ്ങളും കാണാനുള്ള അവസരമാണ് ഹോൺ ബ്ലോവർ പ്രധാനമായും ഒരുക്കുന്നത്. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ടൂറുകൾ നടത്തുന്ന നിരവധി ബോട്ടുകളുണ്ട് ഇവിടെ. കടലിൽ ഒരു ടൂറിനൊന്നും പോകാനുള്ള നേരം ഞങ്ങൾക്കില്ല. 8 മണി കഴിഞ്ഞതേ ഉള്ളൂ എങ്കിലും ജനം നിറഞ്ഞൊഴുകുന്നു. ഞങ്ങൾ USS മിഡ്വേയുടെ സമീപത്തേക്ക് നടത്തം തുടരുകയാണ്. ഇതാണ് ആ ചരിത്ര സ്മാരകം. കൂറ്റൻ വിമാനവാഹിനി കപ്പൽ. 20ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് വേണ്ടി ഏറ്റവും അധികകാലം സേവനമനുഷ്ഠിച്ച കപ്പലാണിത്. 1945 മുതൽ 1992 വരെ ഇത് സർവീസിലുണ്ടായിരുന്നു.
ഇക്കാലത്ത് 2 ലക്ഷത്തോളം നാവികരാണ് പല സമയങ്ങളിലായി USS മിഡ്വേയുടെ ഭാഗമായിരുന്നത്. സഞ്ചരിക്കുന്ന ഒരു സൈനിക താവളമാണ് USS മിഡ്വേ. മൊത്തമായി ഒരു യുദ്ധസന്നാഹം തന്നെയാണ്. ഇത് കേരളത്തിന്റെ തീരത്ത് അടുത്തു എന്ന് പറയുന്നത് അമേരിക്ക തന്നെ കേരളത്തിന്റെ തീരത്ത് എത്തി എന്നതുപോലെയാണ്. വൻ ആയുധശേഖരം, ആയിരക്കണക്കിന് പട്ടാളക്കാർ, വിമാനങ്ങൾ, ഇന്ധനം, എത്രയോ മാസങ്ങളിലേക്കുള്ള ഭക്ഷണം, കൃത്യമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്നിവയെല്ലാം ഇതിലുണ്ട്. 1992 യുദ്ധരംഗത്തെ സേവനം അവസാനിപ്പിച്ച് വിശ്രമത്തിലേക്ക് മാറിയ USS മിഡ്വേ 2004 ജൂൺ 7 മുതൽ ഇവിടെ ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുകയാണ്. വർഷം തോറും 10 ലക്ഷം ആളുകളാണ് ഈ മ്യൂസിയം സന്ദർശിക്കുന്നത്. 2ാം ലോകമഹായുദ്ധം അവസാനിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കമ്മീഷൻ ചെയ്യപ്പെട്ട വിമാനവാഹിനിയാണിത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു വേണം കപ്പലിലേക്ക് കയറാൻ. സിറിയക് ആലഞ്ചേരി പഴയ പട്ടാള ഉദ്യോഗസ്ഥനായതുകൊണ്ട് ചില ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടി. അങ്ങനെ ടിക്കറ്റ് എടുത്ത് കപ്പലിനകത്തേക്ക് നടക്കുകയാണ്. ആലഞ്ചേരിയുടെ പക്കൽ പഴയ പട്ടാളക്കാരനാണെന്ന ബാഡ്ജുണ്ട്. അത് കാണിച്ചാണ് അദ്ദേഹം ഡിസ്കൗണ്ട് റേറ്റിൽ ടിക്കറ്റ് എടുത്തത്. ഇതാണ് കപ്പൽ മ്യൂസിയത്തിന്റെ പ്രധാന പ്രവേശന കവാടം. 47 വർഷത്തെ സർവീസിനിടയിൽ വിയറ്റ്നാം യുദ്ധം, ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന് പേരിട്ട ഗൾഫ് യുദ്ധം എന്നിവയിലെല്ലാം USS മിഡ്വേ ഭാഗമായിട്ടുണ്ട്. ഗൾഫ് യുദ്ധാനന്തരമാണ് ഈ കപ്പൽ ഡീകമ്മീഷൻ ചെയ്യപ്പെടുന്നത്. നിരവധിയായ സംഭവങ്ങളുടെ സാക്ഷിയാണ് ഈ കപ്പൽ. ഹാങ്കർ ഡെക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇടമാണിത്. ഇതിനു മുകളിലാണ് വിമാനങ്ങൾ പറന്നുയരുന്ന ഫ്ലൈറ്റ് ഡെക്ക്. 2 നില പൊക്കമുള്ള വലിയൊരു ഹാളാണ് ഹാങ്ങർ ഡെക്ക്. ഇവിടെ മിഡ്വേയുടെ ചരിത്രം വിവരിക്കുന്ന ഏതാനും ഷോകളുണ്ട്. കഥയും ചരിത്രവും കണ്ടും കേട്ടും മനസ്സിലാക്കിയ ശേഷമാണ് സന്ദർശകർ അടുത്ത കാഴ്ചയിലേക്ക് പോകുന്നത്. യുദ്ധവീരന്മാരുടെ ചില പ്രതിമകളുമുണ്ട് ഇവിടെ. ഹാങ്ങർ ഡെക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു കപ്പൽ നഗമാണോ എന്ന് സംശയിച്ചു പോകും. നടുവിൽ തൂണുകളൊന്നുമില്ലാതെ ഒരു ഹാൾ. ഇവിടെ നിന്ന് സന്ദർശകർക്ക് ഓഡിയോ ഗൈഡ് വാങ്ങാം. ടിവിയുടെ റിമോട്ട് പോലൊരു സംഗതി, ഹെഡ്ഫോണും. ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും അവിടെ എഴുതി വച്ചിരിക്കുന്ന നമ്പർ ഈ ഹാൻഡ്സെറ്റിൽ അമർത്തിയാൽ ഹെഡ്ഫോണിലൂടെ ചരിത്രം ശ്രവിക്കാം. കാഴ്ചകൾ കാണാനായി ആദ്യത്തെ പോയിന്റിലേക്ക് എത്തുമ്പോൾ കാണുന്നത് SBD ഡൗൺലെസ് എന്ന ബോംബർ വിമാനമാണ്. ശരിക്കും USS മിഡ്വേയിലെ വിമാനശ്രേണികളുടെ ഭാഗമായിരുന്നില്ല ഈ വിമാനം. USS മിഡ്വേ നീറ്റിലിറങ്ങുന്നതിനും എത്രയോ മുൻപ് US നാവികസേന ഉപയോഗിച്ചിരുന്നു ഈ വിമാനത്തെ. ഡൈവ് ബോംബർ ഗണത്തിൽപ്പെട്ട വിമാനമാണ് SBD ഡൗൺലെസ്. 2ാം ലോകമഹായുദ്ധത്തിന്റെ ആദ്യ പകുതിയിൽ ശത്രുക്കളുടെ നിരവധി കപ്പലുകളെ ബോംബിട്ട് കടലിൽ താഴ്ത്തിയിട്ടുള്ള വിമാനം. സ്ലോ ബട്ട് ഡെഡ്ലി എന്നാണ് ഈ യുദ്ധവിമാനം ഉപയോഗിച്ചിരുന്ന പൈലറ്റുമാർ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. 2ാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭകാലത്താണ് SBD ഡൗൺലെസ് അതിന്റെ പരാക്രമം കൊണ്ട് ശ്രദ്ധ നേടിയത്. യുദ്ധവിമാനങ്ങൾ നിർത്തിയിടുന്നതിന് മാത്രമല്ല ഈ ഹാങ്ങർ ഡെക്ക് ഉപയോഗിച്ചിരുന്നത്. യുദ്ധത്തിൽ കേടുപാടുകൾ സംഭവിച്ച് ഫ്ലൈറ്റ് ഡെക്കിൽ തിരിച്ചിറങ്ങുന്ന വിമാനങ്ങൾ ഇവിടെ വെച്ച് റിപ്പയർ ചെയ്തിരുന്നു. അതിനായി എഞ്ചിനീയർമാരുടെ വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു കപ്പലിൽ. F-4F വൈൽഡ് കാറ്റ് എന്ന ഫൈറ്റർ വിമാനമാണിത്. 2ാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയുടെ കരുത്തുറ്റ പോരാളി തന്നെയായിരുന്നു വൈൽഡ് കാറ്റും. ഭാരമേറിയ ബോംബുകൾ ലക്ഷ്യത്തിൽ വർഷിച്ച് അതിവേഗം തിരികെ ഇറങ്ങാനാവുമായിരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. വൈൽഡ് കാറ്റിനടുത്തു തന്നെ അതിലെ പൈലറ്റിന്റെ ഒരു പ്രതിമയുണ്ട്. അത് പിന്നിട്ട് ഹാങ്ങർ ഡെക്കിൽ നിന്നും താഴേക്കിറങ്ങാൻ നടക്കുകയാണ്. താഴേക്കിറങ്ങുമ്പോൾ ഇങ്ങനെ ചില സംവിധാനങ്ങളൊക്കെയാണ് കാണുന്നത്. സ്റ്റാർബോർഡ്, സ്റ്റീം അക്യുമുലേറ്റർ തുടങ്ങി പല ഉപകരണങ്ങൾ. കപ്പലിനുള്ളിൽ ഒരു യാത്രക്കാരൻ കാണാത്ത സംവിധാനങ്ങളാണ് ഇതെല്ലാം. ധാരാളം പൈപ്പുകളും കണക്ടറുകളും സ്വിച്ചുകളുമെല്ലാമുണ്ട്. ഇങ്ങനെയാണ് കപ്പലിനുള്ളിലെ കോറിഡോറുകൾ. ഓരോ വാതിലും വാട്ടർ ടൈറ്റായി സീൽ ചെയ്യാനാവുന്നവയാണ്.
അപകടമുണ്ടായാൽ ഒരു കമ്പാർട്ട്മെന്റിൽ കയറുന്ന ജലം മറ്റൊന്നിലേക്ക് പ്രവഹിക്കുന്നത് തടയാനാണിത്. ഇടുങ്ങിയ പാതകൾ. ഏതൊരു കപ്പലിന്റെയും യാത്രക്കാർക്ക് പ്രവേശനമില്ലാത്ത ഭാഗങ്ങൾ ഇങ്ങനെയെല്ലാമാണ്. നടന്നെത്തിയിരിക്കുന്നത് കപ്പലിൽ നാവികസേനാംഗങ്ങൾ ഉറങ്ങിയിരുന്ന ബെർത്തുകൾക്കരികിലേക്കാണ്. താഴ്ന്ന റാങ്കിലുള്ള നാവികർ ഉറങ്ങിയിരുന്ന ഇടമാണിത്. 6 അടി നീളമുള്ള ഈ ബെർത്ത് പൊതുവെ കോഫിൻ ലോക്കർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓരോരുത്തർക്കും പ്രത്യേക നമ്പറുണ്ട്. 3 തട്ടുള്ള ബെർത്തുകളാണ്. തങ്ങളുടെ സ്വകാര്യ വസ്തുക്കൾ സൂക്ഷിക്കാൻ ഓരോ ചെറിയ അലമാരിക്കള്ളിയും ലഭിച്ചിരുന്നു. ഇതായിരുന്നു അവർക്ക് കപ്പലിൽ ലഭിച്ചിരുന്ന സൗകര്യങ്ങൾ. അടുത്ത ഭാഗത്തേക്ക് നടന്നു. ഇവിടെയും ബെർത്തുകളാണ്. അതിൽ കിടക്കുന്ന ഭാഗം പൊക്കിയാൽ വസ്ത്രങ്ങൾ, തൊപ്പി, ഷൂ പോളിഷ് അടക്കമുള്ള വസ്തുക്കൾ എന്നിവയെല്ലാം വെക്കാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ ലഭിക്കുന്നു. ഇങ്ങനെ ആളുകൾ നിരനിരയായി കിടന്നുറങ്ങും. കിടക്കുന്നത് ഒരു പെട്ടിയുടെ മുകളിലാണെന്ന് പറയാം. ഓരോ നാവികനും കപ്പലിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഓറഞ്ച് ബോക്സ് എന്നു പേരുള്ള ഒരു ചെറുപെട്ടി ലഭിച്ചിരുന്നു. അത്യാവശ്യ ഘട്ടത്തിൽ ജീവൻ നിലനിർത്താനുള്ള ഉപകരണങ്ങളാണ് ഓറഞ്ച് ബോക്സിൽ ഉണ്ടാവുക. ചെറിയൊരു ഓക്സിജൻ സിലിണ്ടറും മാസ്കും വരെ അതിൽ ഉൾപ്പെടുന്നു. കമ്പാർട്ട്മെന്റുകളിൽ പുകയോ വെള്ളമോ നിറഞ്ഞാൽ ആ മാസ്കും സിലിണ്ടറും ഉപയോഗിച്ച് 15 മിനിറ്റ് നേരം ശ്വസനം നിലനിർത്താനാവും. ഈ സമയത്തിനുള്ളിൽ രക്ഷാമാർഗം കണ്ടെത്തിയിരിക്കണമെന്ന് മാത്രം. 47 വർഷം എല്ലാ ദിവസവും നാവികർ കിടന്നുറങ്ങിയിരുന്ന ബെർത്തുകളാണിത്. ഓരോ ബ്ലോക്കിനെയും വേർതിരിച്ചുകൊണ്ട് വാട്ടർ റെസിസ്റ്റ് വാതിലുകൾ. ഞങ്ങൾ അടുത്ത നിലയിലേക്ക് കയറി. യുദ്ധക്കപ്പലുകൾ ഈ വിധം പരുക്കനായിരിക്കും. ഇവിടുത്തെ കാഴ്ച 2 കൂറ്റൻ ചങ്ങലകളാണ്. ആളുകൾ ചേർന്നു പിടിച്ചാലൊന്നും പൊങ്ങാത്ത ചങ്ങലകൾ. കപ്പലിലെ നങ്കൂരം താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നത് ഈ ചങ്ങലകൾ ഉപയോഗിച്ചാണ്. വലിയ സ്റ്റീം എഞ്ചിൻ കൊണ്ടാണ് ചങ്ങല വലിക്കാനുള്ള ഉപകരണം പ്രവർത്തിപ്പിക്കുക. അങ്ങേയറ്റത്ത് ഓരോ പുള്ളികളുണ്ട്. അത് കറങ്ങുമ്പോഴാണ് ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന നങ്കൂരം ഉയരുകയും താഴുകയും ചെയ്യുന്നത്. ഈ ഓരോ ചങ്ങലക്കണ്ണിക്കും 50 കിലോഗ്രാമിലേറെ ഭാരമുണ്ട്. 2000 അടിയാണ് ചങ്ങലകളുടെ ആകെ നീളം. അതിന്റെ ഒരറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന നങ്കൂരങ്ങൾക്കോരോന്നിനും 20 ടൺ വീതം ഭാരമുണ്ട്. നിർദ്ദേശം ലഭിച്ചാൽ ഉടനെ പുള്ളികൾ തിരിയുകയും നങ്കൂരം ഉയരുകയുമായി. സംഘർഷമേഖലയിലേക്ക് വിമാനവാഹിനി യാത്ര തുടങ്ങുന്നു. 4500 പേരാണ് ഓരോ യാത്രയിലും ഈ കപ്പലിലുണ്ടാവുക. അതിൽ പൈലറ്റുമാരും എഞ്ചിനീയർമാരും നാവികസേനയിലെ പല റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഉണ്ടാവും. കപ്പലിന്റെ ഉൾവഴികളിലൂടെ ഞങ്ങൾ നടത്തം തുടരുകയാണ്. ഏതു ഭാഗത്തും കാണാം ഇത്തരത്തിലുള്ള കോറിഡോറുകൾ. ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്ന വിധത്തിൽ പല ശാഖകളായി ഈ ഇടവഴികൾ പിരിഞ്ഞു പോകുന്നു. എവിടെയും കമ്പാർട്ട്മെന്റുകൾ തമ്മിൽ വാട്ടർ ടൈറ്റ് വാതിലുകൊണ്ട് വേർതിരിച്ചിരിക്കുന്നത് കാണാം. കപ്പൽ അപകടങ്ങളിൽ കമ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള വാതിലടയ്ക്കുന്നതും അപകടത്തിൽപ്പെട്ട ക്യാബിനിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതുമെല്ലാം ചില ഇംഗ്ലീഷ് സിനിമകളിൽ കണ്ടിട്ടുള്ളത് ഇങ്ങനെ നടക്കുമ്പോൾ ഓർമ്മ വരുന്നു. ബെർത്തുകളുള്ള മറ്റൊരു ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടി സൗകര്യപ്രദമാണ് ഈ ബെർത്തുകൾ. ജൂനിയർ ഓഫീസർമാരുടെ താമസ സ്ഥലമായിരുന്നു ഇത്. ഇവിടെ 2 തട്ടായിട്ടാണ് ബെർത്തുകൾ. നല്ല ബെഡുകൾ, അതിനടിയിൽ ഡ്രോകൾ. അവർക്ക് പ്രത്യേകമായ വാഷ് ഏരിയയും ടോയ്ലറ്റും. കോണിപ്പടി കയറി അടുത്ത നിലയിലേക്ക്. തലയ്ക്ക് മുകളിലൂടെയും വശങ്ങളിലൂടെയും നിരവധി കേബിളുകളും മറ്റും കടന്നുപോകുന്നു. വൈദ്യുതിയുടെയും ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുടെയും കേബിളുകളാണ്. ലോകമഹായുദ്ധം അവസാനിക്കുകയും ശീതയുദ്ധം തുടങ്ങുകയും ചെയ്ത സമയത്താണ് USS മിഡ്വേയുടെ രംഗപ്രവേശം എന്നതിനാൽ ചരിത്രത്തിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. ശീതയുദ്ധകാലത്ത് മുഴുവൻ ജാഗ്രതയോടെ രംഗത്തുണ്ടായിരുന്ന അമേരിക്കയുടെ ഏക വിമാനവാഹിനി കപ്പലും ഇതാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് റെഡി റൂം എന്നൊരു ഹാളിലേക്കാണ്. ആക്ഷന് മുൻപ് സൈനികർ റെഡിയായി കാത്തിരിക്കുന്ന ഇടമാണിത്.
ഇവിടെ ഇരിക്കുന്ന ഒരു ഓഫീസറാണ് ഏത് വിമാനത്തിൽ ആര് പോകണം എന്നൊക്കെയുള്ള നിർദ്ദേശം നൽകുക. റെഡി റൂമുകൾ പലതുണ്ട്. ഒരു കപ്പലിൽ പല സൈനിക വിഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് കപ്പലിലെ മെയിന്റനൻസ് മാനേജറുടെ ഓഫീസാണ്. അദ്ദേഹത്തിന് ധാരാളം അസിസ്റ്റന്റ്മാരുണ്ടാവും. ഈ കസേരയിലുള്ള ആൾക്കായിരിക്കും മെയിന്റനൻസിന്റെ പൂർണ്ണ ചുമതല. ഒരു ദ്രുതകർമ്മ സേന തന്നെയാണ് കപ്പലിലെ മെയിന്റനൻസ് വിഭാഗം. ചെറിയ തകരാറുകൾ പോലും വലിയ പ്രാധാന്യത്തോടെയാണ് അവർ കൈകാര്യം ചെയ്യുക. അവിടെ നിന്നും വീണ്ടും ഇടവഴികളിലൂടെ ഞങ്ങൾ നടത്തം തുടരുകയാണ്. വഴികളിൽ സൂചനാ ബോർഡുകളില്ലെങ്കിൽ ഇതിനുള്ളിൽ കുടുങ്ങിപ്പോകും. എന്തെല്ലാം യന്ത്രങ്ങളും ഉപകരണങ്ങളുമാണ്. ഇത് മറ്റൊരു റെഡി റൂമാണ്. ഇതിൽ പട്ടാളക്കാർ യുദ്ധത്തിന് പോകാൻ സജ്ജമായിരിക്കും. ഉത്തരവ് കിട്ടിയാലുടൻ അവർ ഹെലികോപ്റ്ററിലേക്ക് കയറും. മറീനുകളാണിത്. കപ്പലിൽ നിന്ന് ഇത്തരം ഹെലികോപ്റ്ററിൽ പറന്നുയർന്ന് നിശ്ചിത സ്ഥലത്ത് ആക്രമണം നടത്തി തിരികെ ഇതേ കപ്പലിൽ വന്ന് കയറും ഇവർ. അതിനായി ഇവർ കാത്തിരിക്കുന്ന ഇടമാണ് റെഡി റൂം. കപ്പലിൽ നിന്ന് പോകുന്നതെങ്ങനെ, കപ്പലിൽ തിരിച്ചിറങ്ങുന്നതെങ്ങനെ, ഹെലികോപ്റ്റർ റെഡിയാക്കുന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ ഷോയിൽ വിവരിക്കുന്നത്. പട്ടാളക്കാർ യുദ്ധരംഗത്തേക്കിറങ്ങാൻ തയ്യാറായി കാത്തിരുന്ന കസേരകളിൽ കപ്പൽ മ്യൂസിയം സന്ദർശിക്കുന്നവർ വീഡിയോ ഷോ കണ്ടിരിക്കുന്നു. സൈനികർ കരയിലെ ക്യാമ്പിൽ പാലിക്കുന്ന ചട്ടങ്ങളെല്ലാം കപ്പലിലും പാലിച്ചിരിക്കണം. യുദ്ധരംഗത്തേക്ക് പോകാനുള്ള വിളിക്കാത്ത് അവരവരുടെ മുറികളിൽ ഇരിക്കുകയല്ല. ഫുൾ യൂണിഫോമിൽ റെഡി റൂമിലിരിക്കുകയാണ് അവർ ചെയ്യുക. കപ്പലിൽ ഓരോ സ്ക്വാഡ്രനും ഈ വിധത്തിലുള്ള ഓരോ റെഡി റൂമുകളാണ് ഉള്ളത്. USS മിഡ്വേയിൽ 40 സ്ക്വാഡ്രൻ ഉണ്ടായിരുന്നു. സ്ക്വാഡ്രൻ അംഗങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുകയാവില്ല. പല വിഷയങ്ങളിലുള്ള ക്ലാസുകൾ ഇവിടെ നടക്കും. യുദ്ധതന്ത്രങ്ങൾ തന്നെയാവും അതിൽ ചർച്ച ചെയ്യപ്പെടുക. ഈ റെഡി റൂം F4 ഫാൻഡം 11 വിമാനത്തിലെ സ്ക്വാഡ്രൻ ഉള്ളതായിരുന്നു. വിയറ്റ്നാം യുദ്ധം, ഡെസേർട്ട് ഷീൽഡ്, ഡെസേർട്ട് സ്റ്റോം എന്നീ സൈനിക മുന്നേറ്റങ്ങളിൽ ഈ സ്ക്വാഡ്രനുള്ളവർ നിരന്തരമായി പങ്കെടുത്തിരുന്നു. കമാൻഡിംഗ് ഓഫീസറുടെ ക്യാബിനിലേക്കാണ് അടുത്തതായി ചെല്ലുന്നത്. ഓരോ സ്ക്വാഡ്രനും ഓരോ കമാൻഡിംഗ് ഓഫീസറുണ്ട്. ഉയർന്ന തസ്തികയായതിനാൽ കമാൻഡിംഗ് ഓഫീസർക്ക് സൗകര്യപ്രദമായ ഓഫീസും താമസത്തിനുള്ള മുറിയുമുണ്ട് കപ്പലിൽ. പേഴ്സണൽ അസിസ്റ്റന്റ്മാർ ഉൾപ്പെടെ ഒരു വിഭാഗം സ്റ്റാഫ് എപ്പോഴും കമാൻഡിംഗ് ഓഫീസറുടെ വെളിപ്പുറത്തുണ്ടാവും. കമാൻഡിംഗ് ഓഫീസർമാരുടെ പല പല മുറികൾ. അതെല്ലാം കണ്ടുകൊണ്ട് ഒരു കാലത്ത് ശത്രുരാജ്യങ്ങളുടെ പേടിസ്വപ്നമായിരുന്ന USS മിഡ്വേയുടെ ഉൾവഴികളിലൂടെ നടത്തം തുടരുകയാണ്. 3 ഫുട്ബോൾ കോർട്ടുകൾ ഒരുമിച്ച് വച്ചതിനേക്കാൾ വിസ്താരമുണ്ട് ഈ വിമാനവാഹിനിക്ക്. 6 മാസവും ചിലപ്പോൾ അതിലധികം കാലവും ഈ കപ്പൽ പുറം കടലിലായിരിക്കും. ശേഷിച്ച മാസങ്ങളിൽ തീരക്കടലിലും. സൈനികരും ഇക്കാലയളവിൽ കരയിലേക്ക് വരാറില്ല. ആശുപത്രി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം കപ്പലിൽ തന്നെ ഉണ്ട് താനും. ഇവിടെ ഒരു മുറിയുണ്ട്. ലിക്വിഡ് ഓക്സിജൻ ശേഖരിച്ചു വച്ചിരിക്കുന്ന മുറിയാണിത്. 10,000 അടിക്ക് മുകളിൽ പറക്കേണ്ടി വരുന്ന വിമാനങ്ങളിലെ പൈലറ്റുമാർക്കും സൈനികർക്കും വേണ്ടിയായിരുന്നു ലിക്വിഡ് ഓക്സിജൻ ശേഖരം. എയർക്രാഫ്റ്റിലെ ഓക്സിജൻ റിസർവയറുകളിൽ നിറയ്ക്കുന്ന ലിക്വിഡ് ഓക്സിജൻ ആവശ്യമായ ഘട്ടത്തിൽ ശ്വസനത്തിനായി ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. വീണ്ടും നടന്ന് ഞങ്ങൾ ഹാങ്കർ ഡെക്കിന്റെ ബാൽക്കണിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുമാണ് ഞങ്ങൾ കപ്പലിന്റെ ഉൾവഴികളിലൂടെയുള്ള യാത്രയ്ക്ക് തുടക്കമിട്ടത്. ഹാങ്ങർ ഡെക്കിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ട് വേണം അടുത്ത കാഴ്ചയിലേക്ക് പോകാൻ. ഹാങ്ങർ ഡെക്കിലേക്ക് ഇപ്പോഴും ജനം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. പലതരം ടിക്കറ്റുകളുണ്ട് ഇവിടെ. വിശദമായ ഗൈഡഡ് ടൂർ ആവശ്യമുള്ളവർക്ക് അതാകാം. റിട്ടയേർഡ് നാവികസേനാംഗങ്ങൾ ഈ കപ്പലിൽ പല ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഗൈഡുകളിൽ ഭൂരിഭാഗവും അവരാണ്. കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്കും ജയിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കുമെല്ലാം പോകാനാണ് എന്റെ നടത്തം. ഇനിയും ധാരാളം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട് ഇതിൽ. ഇത്രയും വിപുലമായ സജ്ജീകരണങ്ങളുള്ളതാണ് ഒരു യുദ്ധക്കപ്പലെന്ന് പുറമേ നിന്ന് കാണുമ്പോഴോ വാർത്തകൾ കേൾക്കുമ്പോഴോ നാം അറിയുന്നില്ല. ഇതാണ് എഞ്ചിൻ റൂമിലേക്ക് ഇറങ്ങുന്ന വാതിൽ.
ഞങ്ങൾ അവിടേക്ക് നടക്കുകയാണ്. എഞ്ചിൻ റൂം അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. ഈ കൂറ്റൻ കപ്പലിനെ കടലിലൂടെ ദീർഘമായി ചലിപ്പിക്കുന്നതും വൈദ്യുതി ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്നതും അവിടെ നിന്നുമാണല്ലോ. ആ കാഴ്ചകളുടെ കൗതുകത്തിലേക്കാണ് ഞങ്ങളുടെ നടത്തം.